ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നലെ നമ്മൾ ഫങ്ഷൻസിന്റെ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് വരെ എടുത്ത് ടോപ്പിക് നമ്മൾ കവർ ചെയ്ത് നിർത്തിയേക്കാണ്. ഇപ്പൊ അതിനെ കുറച്ച് എക്സാമ്പിൾ ചെയ്താലേ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ വ്യക്തമാവുള്ളൂ. അപ്പൊ അതിനുള്ള കുറച്ച് എക്സാമ്പിൾ കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് കോമ്പോസിഷൻ എന്ന് പറയുന്ന ടോപ്പിക് കവർ ചെയ്ത് അതിന്റെ കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് അത് നമുക്ക് നല്ലോണം മനസ്സിലാക്കാത്ത വിധത്തിൽ ഒരു 3-4 ക്വസ്റ്റ്യൻ കൂടുതൽ ചെയ്ത്, കാരണം ഇതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് സെക്ഷനാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് സെക്ഷനാണ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്, അതോടൊപ്പം തന്നെ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസും. അപ്പൊ ഇത് രണ്ടും തറവായി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ഫുൾ മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിനായിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ അത് ഇന്ന് എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഫുൾ കണ്ടവരാണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മുഴുവൻ തുടക്കം മുതൽ അവസാനം വരെ കണ്ടാലേ അതിന്റെ പ്രയോജനം ഉണ്ടാവുള്ളൂ. കാരണം ഇടയ്ക്ക് വെച്ചെങ്ങാനും സ്കിപ്പ് ആയി കഴിഞ്ഞാൽ അതിന്റെ നമ്മുടെ ആ ഒരു കോണ്ടാക്ട് അങ്ങ് പോയി. പിന്നെ മുഴുവൻ ആദ്യം തൊട്ട് നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കി കാണണമെങ്കിൽ പിന്നെ ആദ്യം ഒന്നുകൂടെ കണ്ട് അത് ഇരട്ടി പണിയാവും. അതുകൊണ്ട് നമ്മൾ തുടക്കം തൊട്ട് കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ ആ മുഴുവൻ കണ്ട് നിർത്തിയിട്ടേ പ്രയോജനം ഉണ്ടാവുള്ളൂ. അതുപോലെ നിങ്ങളിപ്പോ എന്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. അതോടൊപ്പം തന്നെ ആ സൈഡിലെ ബെൽ ബട്ടൺ കൂടെ അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ എപ്പോഴും വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് അപ്പൊ തന്നെ അറിയാൻ സാധിക്കുള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോ അങ്ങ് തുടങ്ങാം. അപ്പം അതിൽ ആദ്യത്തെ ടോപ്പിക് പറയുന്നത് ഫങ്ഷൻസിന്റെ എക്സാമ്പിൾസ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഫങ്ഷൻ വരെ എടുത്ത് നിർത്തിയായിരുന്നു. ഇനി അതിന്റെ കുറച്ച് എക്സാമ്പിൾ ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഫങ്ഷൻ ഫ്രം എ സെറ്റ് എ ടു എൻ ആണ്. വേർ എ എന്ന് പറയുന്നത് 50 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ്. അതില് n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്, ഡിനോട്ട്സ് റോൾ നമ്പർ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യനില് ഫങ്ഷൻ 1 ആണ്, പക്ഷെ ഓൺ ടു അല്ല. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കേസ്. ആദ്യം നമ്മൾ 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. 1 ആണെങ്കിൽ നമുക്ക് എന്താ കണ്ടീഷൻ? ഓരോ എലമെന്റിനും ഓരോ ഇമേജ് ഉണ്ടായിരിക്കണം, പക്ഷെ അത് യുണീക്ക് ആയിരിക്കണം. ഇവിടെ ഇപ്പം ഒരാളുടെ പേര് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് എന്നുള്ള റോൾ നമ്പർ എപ്പോഴും യുണീക്ക് ആയിരിക്കും. വേറൊരാൾക്ക് ആ റോൾ നമ്പർ വരാനുള്ള ചാൻസ് ഇമ്പോസിബിൾ. കാരണം ഇപ്പം ഒരാൾ റോൾ നമ്പർ 1 ആണെങ്കിൽ അയാൾക്ക് വേറെ റോൾ നമ്പർ അസൈൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ ആണ് നമ്മൾ റോൾ നമ്പർ കൊടുക്കുന്നത്. അപ്പം റോൾ നമ്പർ എപ്പോഴും യുണീക്ക് ആയിരിക്കും, അതിനൊരിക്കലും മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഈ കണ്ടീഷൻ ഫങ്ഷൻ ഫ്രം എ ടു എൻ ഈസ് 1. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ഓൺ ടു അല്ലെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ ഒരു എക്സാമ്പിൾ എടുത്താൽ മതി. ഇപ്പം സെറ്റ് നാച്ചുറൽ എന്നിലേക്കാണ് നമ്മൾ ഫംഗ്ഷൻ വന്നേക്കുന്നത്. അപ്പം ഫംഗ്ഷനില് 50 സ്റ്റുഡൻസേ ക്ലാസ്സിലാകുള്ളൂ. അപ്പൊ റോൾ നമ്പർ 50 തീർന്നു. അത് കഴിഞ്ഞാൽ ഈ നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് ആകുമ്പോൾ 1, 2, 3 അങ്ങനെ പോയി ഇൻഫിനിറ്റി വരെ ഉണ്ട്. നമുക്ക് 50 വരെയുള്ള നമ്പേഴ്സ് സ്റ്റുഡൻസിന് ആവശ്യമുള്ളൂ. പക്ഷെ ബാക്കി ഒരു 51 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സ് പിന്നെ കിടക്കുക. അത് ലെഫ്റ്റ് ഇടണം, ഫ്രീ ആണ്. എന്ന് പറഞ്ഞാൽ ഓൺ ടു അല്ലെന്ന് വേണം പറയാൻ. കാരണം ഓൺ ടു ആണെങ്കിൽ എല്ലാ എലമെന്റും ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഇമേജ് ആയിരിക്കണം. പക്ഷെ ഇവിടെ 51 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള ഓരോ നമ്പറും ഒന്നിന്റെ ഇമേജ് അല്ല. അന്നേരം നമുക്ക് തന്നിരിക്കുന്ന കേസ് തെറ്റിപ്പോയി. അതുകൊണ്ട് നോട്ട് ഓൺ ടു, ഹെൻസ് പ്രൂവ് ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ആയി. ഇനി നമുക്ക് ഇതിപ്പോ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് 0 to 50 ആയിരുന്നു. ഇങ്ങനെയായിരുന്നു കണ്ടീഷൻ എങ്കിൽ നമുക്ക് വേണേൽ പറയാം ഇത് ഓൺ ടു ആണ്. കാരണം ഇതിൽ 1, 2, 3 തൊട്ട് 50 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ റോൾ നമ്പർ ആയിട്ട് എടുക്കുന്നുള്ളൂ. പക്ഷെ ഇത് ഇന്റീജർ ആണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പം പോയിന്റ്, ഡെസിമൽ നമ്പർ, ഫ്രാക്ഷൻ നമ്പർ, റൂട്ട് അതൊക്കെ ഇതിനിടയ്ക്ക് വരുന്ന. അപ്പൊ അതൊന്നും വരുന്നില്ല, ഇന്റീജേഴ്സ് മാത്രമാണെന്ന് നമ്മൾ ഇതിനകത്ത് തുറക്കുന്നതിനെ പറഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു കേസിൽ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ നമുക്ക്
വേറെ ക്വസ്റ്റിലേക്ക് പോകാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അടുത്തത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫംഗ്ഷൻ ഫ്രം n to n, അത് നാച്ചുറൽ നമ്പർ f of x is equal to 2x ആണ് കണ്ടീഷൻ. ഇത് 1 ആണ്, പക്ഷെ 1 അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഇത് ജനറൽ കേസ് വെച്ചാണ് പ്രൂവ് ചെയ്യാൻ. അപ്പം x1, x2 belongs to n എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആദ്യം തന്നെ കൊടുത്തിട്ട് x1 ഉം x2 ഉം രണ്ട് ഫംഗ്ഷൻ ആയിട്ട് എഴുതി കഴിയുമ്പോൾ ഫംഗ്ഷൻ ഈക്വൽ ആണെങ്കിൽ ആ കിട്ടുന്ന എലമെന്റ് രണ്ടും x1 ഉം x2 ഉം ഈക്വൽ ആണെന്ന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രൂവ് ചെയ്ത് പറഞ്ഞു. അതായത് ഇപ്പം ഒരു രണ്ട് ഇമേജ് ഈക്വൽ ആ, f of x1 ഉം f of x2 ഉം ഈക്വൽ ആണ്. പക്ഷെ രണ്ട് ഇമേജ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ രണ്ടിന്റെയും പ്രീ ഇമേജ് ഒരിക്കലും ഈക്വൽ ആവരുത്. എന്നാൽ മാത്രമേ നമുക്ക് 1 ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം f of x1 ഈക്വൽ ടു f of x2 എന്ന് പറഞ്ഞാൽ f of x എന്ന് പറയുന്നത് 2x ആണ്. x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2x1 ഈക്വൽ ടു x2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2x2. 2x1 ഈക്വൽ ടു 2x2. x2 ഉം 2 ഉം കോമൺ ക്യാൻസൽ ആയി പോയി. മിച്ചം നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. ഇതില് രണ്ട് ഇമേജ് സിമിലർ ആണ്, പക്ഷെ അതിന്റെ രണ്ടിന്റെയും പ്രീ ഇമേജും സിമിലർ ആണ്. അതായത് നമ്മൾ രണ്ട് സെപ്പറേറ്റ് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ രണ്ടിന്റെയും ഇമേജ് സെയിം ആണെങ്കിൽ ആ രണ്ട് എലമെന്റും സെയിം ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. 1 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി on2 അല്ല എന്നാ പ്രൂവ് ചെയ്യേണ്ടത്. on2 അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചാൽ മതി. ഇപ്പം ഈ കേസിൽ 1 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൽ ഉള്ളതാണ്. പക്ഷെ ഫംഗ്ഷൻ ഇമേജ് 1 വരണമെങ്കിൽ 2x ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു. അതായത് x is equal to 1/2. ബട്ട് x is equal to 1/2 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ അല്ല. അതൊരു റിയൽ നമ്പർ ആണ്, പക്ഷെ നാച്ചുറൽ നമ്പർ അല്ല. കാരണം നാച്ചുറൽ നമ്പേഴ്സ് ആർ കൗണ്ടിങ് നമ്പേഴ്സ്. 1/2 എന്ന് പറയുന്നത് കൗണ്ടിങ് നമ്പർ അല്ലാത്തതുകൊണ്ട് നാച്ചുറൽ നമ്പറിനെ സെറ്റിൽ പെടുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് 1 എന്നുള്ളൊരു ഇമേജ് അത് പോസിബിൾ അല്ല. ആ കേസിൽ നമുക്ക് പറയാം നോട്ട് on2 എന്ന്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം 1 ആണ്, പക്ഷെ on2 അല്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കിട്ടി f of x1 is equal to f of x2. അതിൽ നിന്ന് സോൾവ് ചെയ്ത് വരുമ്പോൾ x1 is equal to x2 എന്ന് കിട്ടി. അതുകൊണ്ട് 1 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ജനറൽ കേസ് വെച്ചാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. പക്ഷെ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഏതെങ്കിലും എക്സാമ്പിൾ കാണിച്ചാൽ മതി. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തത് 1 എന്നുള്ള എലമെന്റ്. 1 നാച്ചുറൽ നമ്പറിലുണ്ട്, പക്ഷെ ഈ ഒരു ഫംഗ്ഷന്റെ ഇമേജ് ആയിട്ട് 1 വരുമ്പോൾ അതിന്റെ പ്രീ ഇമേജ് ആയിട്ട് വരേണ്ടത് 1/2 ആണ്. പക്ഷെ 1/2 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ അല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കേസ് സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ on2 അല്ല എന്ന് പറഞ്ഞു. ഇനി ഇപ്പൊ നമ്മളിവിടെ ഫംഗ്ഷൻ n to n ആണ് നമ്മൾ എടുത്തത്. അതിന് പകരം ഇപ്പം f from r to r ആണ് തന്നിരിക്കുന്നിരിക്കട്ടെ. അങ്ങനെ വരുമ്പം 2x is equal to 1, x is equal to 1/2 എന്നാണ് വരുന്നത്. അപ്പം ഈ കണ്ടീഷൻ കുഴപ്പമില്ല. ഇനി ജനറൽ ആയിട്ട് വേണം നമ്മൾ പ്രൂവ് ചെയ്യാൻ on2 ആണെന്ന്. നമ്മൾ 1 ആണെന്ന് നേരത്തെ പ്രൂവ് ചെയ്തതാണ്. ആകെ നമുക്ക് ഒരു റിലേഷന്റെ സെറ്റ് എയും സെറ്റ് ബിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പം ഇത് ജനറൽ കേസിൽ റിയൽ നമ്പർ ആണെങ്കിൽ പോലും 2x ആയതുകൊണ്ട് അത് 1 ആണെന്ന് നമുക്ക് വേറെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, സെയിം തന്നെ ആയിരിക്കും. ഇനി on2 ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് 2x is equal to y. കാരണം f of x is equal to y എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പം 2x is equal to y, x is equal to y/2 belongs to set R. അതായത് x എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് എപ്പോഴും y/2 എന്ന് പറയുന്ന ഒരു ഇമേജ് അതിനുണ്ടായിരിക്കും. കാരണം y/2 എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൽ പെടുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. y/2 എപ്പോഴും ഒരു ഇമേജ് ആയിരിക്കും. നമുക്ക് എപ്പോഴും ഒരു y/2 എന്ന ഒരു ഇമേജ് കിട്ടും. അതുകൊണ്ട് ഈ സെറ്റ് ഈ ഫംഗ്ഷൻ on2 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ എടുത്തതിനേക്കാൾ കേസ് ചെറിയ വ്യത്യാസം. ഇവിടെ
നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ മാറ്റി റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കുള്ള ഫംഗ്ഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്തെടുക്കാം. ഇനി വേറെ ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഫ്രം R to R f of x is equal to x square. ഇത് 1 1 ഉം ഓൺ ടു അല്ലെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പം 1 1 എടുക്കുക, f of minus 1 എന്ന് പറയുന്നത് 1, f of 1 is equal to 1. അതായത് f of minus 1 ഉം f of 1 ഉം ഈക്വൽ ആണ്. രണ്ട് എലമെന്റിന് സെയിം ഇമേജ്, അതായത് യൂണിക് അല്ല, അപ്പം 1 1 അല്ല. therefore not 1 1. ഇനി ഓൺ ടു ആണെന്ന് അല്ലെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലൊരു കേസ് എടുത്താൽ മതി. ഇപ്പം f of x is equal to x square എന്ന് പറയുമ്പോൾ അതിന്റെ ഗ്രാഫ് ഏകദേശം ഇങ്ങനെ വരും. ഇതിന്റെ y താഴത്തേക്കുള്ള പാർട്ട് ഒന്നും ഫംഗ്ഷനിൽ ഇമേജ് ആയിട്ട് വരുന്നില്ല, അതായത് നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നും ഇതിന്റെ ഇമേജ് അല്ല. അപ്പം അത്രയും ഭാഗം ഫ്രീ ആയിട്ട് കിടക്കുക. അതായത് അതിനൊന്നും ഒരു എലമെന്റിന്റെ ഇപ്പം ഫസ്റ്റ് സെറ്റ് റിലേഷനിലെ റിയൽ നമ്പേഴ്സിന്റെ ഫസ്റ്റ് സെറ്റിൽ നിന്ന് ഏത് നമ്പർ ഇട്ടാലും സ്ക്വയർ ആകുമ്പോൾ ഒരു നെഗറ്റീവ് നമ്പർ ഇമേജ് ആയിട്ട് അത് കിട്ടാത്തതുകൊണ്ട് അതൊക്കെ ലെഫ്റ്റ് ഫ്രീ ആയിട്ട് കിടക്കുക. അതുകൊണ്ട് ഓൺ ടു അല്ല എന്ന് വേണം നമുക്ക് പറയാം. കാരണം ഇത് എക്സാമ്പിൾ എടുത്താൽ മതി. -2 എടുത്തു, -2 എടുത്തു കഴിഞ്ഞാൽ -2 സ്ക്വയർ എടുക്കുമ്പോൾ 4 ആവും. പക്ഷെ ഇമേജ് -2 വരണമെങ്കിൽ x square is equal to -2 എന്ന് എഴുതി കഴിഞ്ഞാൽ x is equal to root -2. അതെന്ന് പറയുന്നത് റിയൽ നമ്പർ അല്ല, ഇമാജിനറി നമ്പറാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു നമ്പർ നമുക്ക് പോസിബിൾ അല്ലാത്തതുകൊണ്ട് നോട്ട് ഓൺ ടു, ആ ഒരു കേസ് സാറ്റിസ്ഫൈ ആവുന്നില്ല. അതുകൊണ്ട് നമുക്ക് എക്സ് സ്ക്വയറിന്റെ കേസ് എടുക്കുമ്പോൾ 1 1 അല്ല ഓൺ ടു അല്ല. ഇനിയിപ്പം ഇത് റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ടു ആണെന്ന് നമുക്ക് പറയാം, പക്ഷെ 1 1 ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം അല്ല 1 1 ആണെന്ന് പറയാം. റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിയൽ നമ്പറിന്റെ സെറ്റ് മാറ്റി ഒരു നാച്ചുറൽ നമ്പറോ അല്ലെങ്കിൽ പോസിറ്റീവ് റിയൽ നമ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലും ആക്കുവാണെങ്കിൽ നമുക്ക് 1 1 ആണെന്നും ഓൺ ടു ആണെന്നും ഒക്കെ തെളിയിക്കാൻ പറ്റും. ഇപ്പൊ അതിനെ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം ക്വസ്റ്റ്യനിൽ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനെ 1 1 ഓൺ ടു പറയും. ഇത് ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഇത് 1 1 അല്ല ഓൺ ടു ആണല്ല, അപ്പം അതിനെ 1 1 ഓൺ ടു ആക്കാൻ നമുക്ക് ഇതിന് എന്ത് റെസ്ട്രിക്ഷൻസ് ആണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പം ഇങ്ങനത്തെ ചോദ്യമൊക്കെ ആണെങ്കിൽ ജസ്റ്റ് റിയൽ നമ്പേഴ്സിനെ 2x കേസിൽ നാച്ചുറൽ നമ്പർ റിയൽ നമ്പർ ആക്കിയാൽ മതി. പക്ഷെ എക്സ് സ്ക്വയറിന്റെ കേസ് വരുമ്പോൾ റിയൽ നമ്പർ പോസിറ്റീവ് റിയൽ നമ്പറോ അല്ലെ നാച്ചുറൽ നമ്പറോ ആക്കിയാൽ നമുക്ക് അത് 1 1 ആണെന്നും ഓൺ ടു ആണെന്നും കിട്ടും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫംഗ്ഷൻ ഫ്രം n to n. ഫംഗ്ഷൻ തന്നേക്കുന്നത് f of x is equal to കണ്ടീഷൻ ആയിട്ടാണ് x plus 1 ഓഡ് നമ്പർ ആണെങ്കിൽ x minus 1 ഈവൻ നമ്പർ ആണെങ്കിൽ. ഇതില് നമ്മൾ നോക്കുമ്പോൾ x1 x2 എന്നുള്ള രണ്ട് നമ്പർ എടുത്തിട്ട് വേണം 1 1 ഓൺ ടു എന്നുള്ള 1 1 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ. ഇപ്പം തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് 1 1 ആൻഡ് ഓൺ ടു എന്നാണ്. ഇതിന് 1 1 ആണെങ്കിൽ x1 x2 എന്ന രണ്ട് എലമെന്റ് എടുത്തിട്ട് അതിന്റെ ഫംഗ്ഷൻ ഇമേജ് സെയിം ആണെങ്കിൽ x1 x2 ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. പക്ഷെ ഒന്ന് ഓടും ഒന്ന് ഈവനുമാണ്. അന്നേരം നമ്മൾ ലെറ്റ് x1 ഈസ് ഈവൻ x2 ഈസ് ഓഡ് എന്ന് എടുത്തു. അന്നേരം f of x1 ഈക്വൽ ടു f of x2 എന്നാണ് നമ്മുടെ ജനറൽ കണ്ടീഷൻ. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന നേരത്ത് x1 ഈവൻ ആണ്. ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ x1 minus 1, x2 ഓഡ് നമ്പേഴ്സ് x plus 1 ആണ്. ഇവിടെ x2 plus 1.
അതിനെ സോൾവ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ x1 മൈനസ് x2 ഈസ് ഈക്വൽ ടു 2. ഒരെണ്ണം ഈവൻ നമ്പർ, ഒരെണ്ണം ഓഡ് നമ്പർ. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുവാണ്. 2ഉം 1ഉം എടുത്തു. 2 മൈനസ് 1 എന്ന് പറയുന്നത് 1 ആണ്. അതൊരു ഓഡ് നമ്പറാണ്. അത് ഒരിക്കലും ഒരു ഈവൻ നമ്പർ ആവുകയില്ല. അതുകൊണ്ട് x1 മൈനസ് x2 എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഈവൻ നമ്പർ കിട്ടില്ല. പക്ഷെ നമുക്ക് ഈ ചെയ്ത് തന്നേന്ന് വെച്ച് കിട്ടിയേക്കുന്നത് 2 എന്ന് പറയുന്നത്, അതായത് ഈവൻ നമ്പറാണ്. അപ്പം ഈ ഒരു കണ്ടീഷൻ പറയുന്നത് നോട്ട് പോസിബിൾ ആണ്. ഇനി x1 പകരം x2 ഈവനും x1 ഓഡും ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ സെയിം രീതിക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം x1 x2 ഈവനും ഓഡും തമ്മിൽ മാറ്റി മാറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുകയില്ല. ഇനി നമുക്ക് അതുകൊണ്ട് മിച്ചമുള്ള രണ്ട് കണ്ടീഷൻ പറയുന്നത് x1 x2 ഒന്നെങ്കിൽ ഓഡ് അല്ലെങ്കിൽ ഈവൻ. ഈ രണ്ട് കേസാണ് മിച്ചമുള്ളത്. അപ്പോൾ x1 നെ x2 നെ ഓഡായിട്ട് എടുത്തു. അങ്ങനെ എടുക്കുമ്പോൾ f of x1 equal to f of x2, അതായത് x1 plus 1 is equal to x2 plus 1, അതായത് x1 is equal to x2 നമുക്ക് കിട്ടി. അപ്പം 1 1 ആണെന്ന് പറയാം. ഇനി രണ്ടാമത്തെ കേസ് എടുക്കുക. x1 x2 equal to even. അന്നേരം f of x1 is equal to f of x2, അതിൽ x1 minus 1 is equal to x2 minus 1 equal, which implies x1 is equal to x2 എന്ന് കിട്ടി. ആ കണ്ടീഷനിലും നമുക്ക് 1 1 ആണെന്ന് തന്നെയാണ് കിട്ടിയത്. അതായത് x1 x2 ഒന്നെങ്കിൽ ഓഡ് അല്ലെങ്കിൽ ഈവൻ, രണ്ടും സെയിം നമ്പർ ആയിരിക്കണം. x1 ഓഡ്, x1 x2 ഓഡ് ഇട്ടപ്പോൾ നമുക്ക് 1 1 ആണെന്ന് കിട്ടി. x1 x2 ഈവൻ ആണെന്ന് ഇട്ടപ്പോൾ 1 1 ആണെന്ന് കിട്ടി. പക്ഷെ രണ്ടും ഒരു സെപ്പറേറ്റ് നമ്പർ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്കതൊരു പോസിബിൾ കേസ് റിസൾട്ട് അല്ല വരുന്നത്. അതുകൊണ്ട് രണ്ടും ഇങ്ങനത്തെ ഒരു കേസ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഈവൻ 1 1 ആണെന്ന് കിട്ടി. ഇനി അടുത്തത് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. ആദ്യം ഒരു നമ്പർ, നമ്മളൊരു 6 എന്ന് പറയുന്ന നമ്പർ എടുക്കുക. ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യനില് 6 എന്നാണ്. ഒരു 6 എന്നുള്ള നമ്പർ, ഒരു ഇനി ഒരു ആർബിട്രറി നമ്പർ. ഈ 6 റിയൽ നമ്പറിലെ ഒരു നമ്പർ. അപ്പം ഓഡ് നമ്പർ ആയിരിക്കണമെങ്കിൽ 2r plus 1 അതാണ് ജനറൽ ഫോർമുല. അപ്പം 2r plus 1 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും 2r plus 2 ആയിരിക്കും കിട്ടുന്നത്. അതായത് 2r plus 1 എന്നൊരു ഓഡ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് 2r plus 2 എന്ന് പറയുന്ന വേറൊരു ഇമേജ് കിട്ടും. അത് റിയൽ നമ്പർ ആയതുകൊണ്ട് നമുക്ക് തന്നേക്കുന്ന ഈ ഫംഗ്ഷന്റെ സെറ്റിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം എപ്പോ ഒരു ഓഡ് നമ്പർ ഇട്ടാലും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇമേജ് ഉറപ്പായിട്ടും കിട്ടും. അതാണ് 2r plus 2. ഇനി ഈവൻ നമ്പർ ആണെങ്കിൽ 2r എന്ന് ഡിനോട്ട് ചെയ്യും. അത് എടുത്തു കഴിഞ്ഞാൽ ഒരു ഇമേജ് 2r minus 1 എന്ന് പറഞ്ഞ ഒരു ഇമേജ് നമുക്ക് കിട്ടും. അതും എപ്പോഴും ഒരു റിയൽ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് ഇത് രണ്ടും റിയൽ നമ്പേഴ്സ് ആണ്. നമുക്ക് എപ്പോ ഒരു കണ്ടീഷൻ കൊടുത്താലും ഇതുപോലത്തെ ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ യൂണിക് ആയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇമേജ് ഏത് നമ്പറിനും കിട്ടും. എന്നുവെച്ചാല് എത്ര നമ്പേഴ്സ് സെറ്റിൽ ഉണ്ടെങ്കിലും അതെല്ലാം ഏതെങ്കിലും ഒരു നമ്പറിന്റെ ഇമേജ് ആയിരിക്കും. അങ്ങനെ ഒരു കണ്ടീഷൻ ആണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓൺ ടു ആണ് എന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം 1 1 ഉം ഓൺ ടു എന്നുള്ള കണ്ടീഷനാണ് ഇതിന് പ്രൂവ് ചെയ്യാനുള്ളത്. ഇത് രണ്ട് കണ്ടീഷനാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഒന്ന് ഓഡ് കണ്ടീഷനും ഒന്ന് ഈവൻ കണ്ടീഷനും. നമ്മൾ അതിനെ ഓരോരോ കേസ് വെച്ച് ചെയ്ത് 1 1 ആണെന്ന് പ്രൂവ് ചെയ്തു. ഇപ്പം ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ നമുക്ക് ജനറലി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് 1 1 ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ 2 സ്റ്റെപ്പ് മതി. ആദ്യം ഒന്ന് കേസ് എടുക്കുക, പിന്നെ അതിന്റെ സിംപ്ലിഫിക്കേഷൻ. അത് നമ്മള് 1 1 എന്താണ് ഓൺ ടു എന്താണെന്നുള്ളതിന്റെ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ റിസൾട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും.
ഇനി ഫങ്ഷൻസ് എന്നുള്ള ടോപ്പിക് ഇവിടെ തീരെയാണ്. അപ്പൊ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനിയിപ്പം ഒരു 3-4 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഉള്ളത് അടുത്ത ടോപ്പിക്കാ കോമ്പോസിഷൻ. കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു എൻറ്റയർലി ഡിഫറെന്റ് ടോപ്പിക്കാണ്. നമ്മള് നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സിൽ അഡീഷൻ സബ്ട്രാക്ഷൻ ചെയ്യുന്ന പോലത്തെ ഒരു ഓപ്പറേഷൻ ആണ് കോമ്പോസിഷൻ എന്ന് പറയുന്ന ഫങ്ഷൻസിലെ കേസിൽ. നമ്മൾ 3 സെറ്റ് എടുക്കുക. സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി. ഇതിലെ ഒരു എലമെന്റ് ആണ് എക്സ്. ഒരു എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ ഇമേജ് ആണ് ഈ എലമെന്റ്. അപ്പം എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റിന്റെ ഇമേജ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈക്വൽ ടു വൈ. നമ്മൾ എളുപ്പത്തിൽ സിംപ്ലിഫിക്കേഷൻ എടുക്കുന്നത്. അപ്പോൾ എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി, സെറ്റ് എ ടു ബി നമ്മൾ എഫ് ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ ഇമേജ് ആണ് എഫ് ഓഫ് എക്സ്. നമുക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ചെറുതായി നമുക്ക് എപ്പോഴും കിട്ടുന്ന. ഇനി ബി ടു സിയിലേക്ക് ഒരു ഫംഗ്ഷൻ എടുക്കുവാണെങ്കിൽ അതിനെ ജി എന്ന് എടുക്കുവാണെങ്കിൽ ഇവിടത്തെ എലമെന്റ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ എഫ് ഓഫ് എക്സിന്റെ ഇമേജ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. അതായത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ആണ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇനി നമ്മൾ ഇതിപ്പം ഓരോന്നോരോന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എക്സിന്റെ ഒരു ഇമേജ് എന്ന് പറയാം. ഇനി നമ്മൾ ഈ ഒരു എക്സിനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് ഒരു ഫംഗ്ഷൻ വെച്ച് നമ്മൾ കണക്ട് റിലേറ്റ് ചെയ്യാന്ന് വെച്ചു. അതിനാണ് നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ 2 സ്റ്റെപ്പിലായിട്ട് കിട്ടുന്ന സാധനത്തിനെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ കിട്ടും. അതിന് ജി കോമ്പോസിറ്റ് എഫ്, ഒരു ഓ സിമ്പിൾ കൊണ്ടാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇതിന്റെ മാത്തമാറ്റിക്കൽ റിലേഷൻ എന്ന് പറയുന്നത് ജി കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് നമുക്ക് ഇവിടെ കിട്ടിയ അതേ ഇമേജ് തന്നെയാണ് റിലേഷൻ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അപ്പം കോമ്പോസിഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. നമ്മള് രണ്ടായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു ഓപ്പറേഷൻ, ഒരു ഫംഗ്ഷനെ ഒറ്റ സ്റ്റെപ്പിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. അതാണ് ഈ കോമ്പോസിഷൻ എന്നുള്ള ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തിട്ട് ബിയിൽ നിന്ന് സിയിലേക്ക് ജി എന്ന ഒരു ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ എഫും ജിയും കൂടെ കൂട്ടി ഒരു സിംഗിൾ ഫംഗ്ഷൻ ആക്കുന്നതിനാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്സിൽ റിയൽ നമ്പേഴ്സിന്റെ ഓപ്പറേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, അങ്ങനത്തെ കുറെ ഓപ്പറേഷൻസ് ഉണ്ട്. അതുപോലത്തെ ഒരു ഫംഗ്ഷന്റെ കേസിലെ ഓപ്പറേഷൻ ആണ് ഈ കോമ്പോസിഷൻ. ഇത് സെക്ഷനിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. കാരണം കോമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാമിനാണെങ്കിലും എൻട്രൻസ് എക്സാംസിനാണെങ്കിലും ഒക്കെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വേറെ ചാപ്റ്റർ ഉണ്ട്. ഇപ്പൊ ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, അങ്ങനത്തെ ചാപ്റ്ററിലും ഒക്കെ ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഒരു 3-4 ചാപ്റ്ററിലേക്ക് ആപ്ലിക്കേഷൻ വരുന്ന ഒരു സിമ്പിൾ ടോപ്പിക്കാണ് നമ്മളിപ്പം കവർ ചെയ്യുന്നത്. അപ്പൊ ഇത് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാവുന്നേ ഉള്ളൂ. നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പോവുകയാണെങ്കിൽ, എക്സാമ്പിൾ ആയിട്ട് ചെയ്യുകയാണ്. എഫ് ഓഫ് എക്സിനെ നമ്മൾ എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ എടുത്തിരിക്കുന്നു. ജി ഓഫ് എക്സിനെ 3x എന്ന് എടുത്തു. ഇനി കണ്ടുപിടിക്കുന്നത് ജി കോമ്പോസിഷൻ എഫ്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലി റിപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? എക്സ് സ്ക്വയർ ആണ്. നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബ്രാക്കറ്റിനകത്ത് പുറത്ത് ജി ഓഫ് എക്സ് സ്ക്വയർ. ഇനി ജി ഓഫ് എക്സ് ആയിരുന്നെങ്കിൽ 3x ആണ്. പക്ഷെ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ വന്നു. അപ്പം എക്സിന്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ 3x ആണ്. അപ്പോൾ 3 ഇൻറ്റു ഇവിടെ എക്സ് സ്ക്വയർ വരും. 3x സ്ക്വയർ എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഇത് ജി ഓഫ് എഫ് ആയിരുന്നുകൊണ്ട് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആയതുകൊണ്ട് നമുക്ക് 3x സ്ക്വയർ കിട്ടി. ഇനി നമ്മൾ മാത്തമാറ്റിക്സിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, റിയൽ നമ്പേഴ്സിന്റെ കേസിൽ എടുക്കുമ്പോൾ അഡീഷൻ, സബ്ട്രാക്ഷൻ ഒക്കെ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതുപോലെ കോമ്പോസിറ്റ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്നാണ് നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഈ എഫ് ഓഫ് ജി ഓഫ് എക്സ് എടുത്തു.
f of g of x, f of g of x എന്ന് പറയുന്നത് 3x ആണ്. അപ്പോ x ന്റെ സ്ഥാനത്ത് 3x ഇട്ട് കൊടുക്കുമ്പോൾ 9x square. ഇത് തമ്മില് യാതൊരു ബന്ധവുമില്ല. g of f of x എന്നും f of g of x എന്ന് പറയുന്നത് രണ്ടും entirely different ആണ്. അതുകൊണ്ട് കമ്മ്യൂട്ടേറ്റീവ് അല്ല. സാധാരണ വരുന്ന പോലെ ഈ കോമ്പോസിഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ അത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. നമ്മൾ ഓർത്തിരിക്കുക, ഇപ്പം എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് നമ്പർ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ സ്പീഡിൽ പോകുന്നതനുസരിച്ച് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ആണ്, നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് എന്ന് കിട്ടു കൊടുക്കും. പക്ഷെ ഇത് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിൽ ഉറച്ചിരിക്കണം. ഇല്ലെങ്കിൽ എക്സാമിന് എൻട്രൻസ് എക്സാമിനൊക്കെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചോദിക്കില്ല, ഇപ്പൊ വളഞ്ഞു ചോദിക്കുകയാണെങ്കിൽ തന്നെ സിമ്പിൾ ടോപ്പിക് തെറ്റാൻ ചാൻസ് കൂടുതലുള്ള ഒരു ടോപ്പിക്കാണ് ഈ കോമ്പോസിഷൻ. ഇനി അടുത്തത് കോമ്പോസിഷനകത്ത് ഇതേ ഉള്ളൂ, പക്ഷെ ഇതിനകത്ത് കുറച്ച് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് 1-1 1-2 വെച്ച് കണക്ട് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതിനെ കുറിച്ച് ക്വസ്റ്റ്യൻസിൽ കൂടെ ചെയ്താൽ നമുക്കത് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാവും. ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, അതിൽ നിന്ന് നമുക്ക് ബാക്കി. ഒരു ഫംഗ്ഷൻ 2 3 4 5 2 3 4 5 9 g from 3 4 5 9 2 7 11 15. അതില് f of 2, f of 3, f of 4, f of 5 ഇങ്ങനെ ഓരോ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഗിവൺ കണ്ടീഷൻ ആണ്, അതോർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. g of 3, g of 4 is equal to 7, g of 5, g of 9 equal to 11. ഇനി കണ്ടുപിടിക്കേണ്ടത് ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് g of f എന്ന് പറയുന്ന കണ്ടീഷനാണ്. g of f of x, അതില് x ന്റെ സ്ഥാനത്ത് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് f ഫംഗ്ഷനിലെ ഫസ്റ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ആദ്യം g of f of 2 കണ്ടുപിടിക്കുക. g of f of x, f of x എന്ന് പറയുന്നത് f of 2 വരും. f of 2 is 3, g of 3 is 7. നമുക്ക് g of f of 2 എന്ന് പറയുന്നത് 7 കിട്ടി. ഇനി g of f of 3, അത് g of f of 3 എന്ന് പറയുന്നതിന് 4, g of 4 7. അടുത്തത് g of f of 4, g of 5, f of 4 is equal to 5 is equal to 11, g of 5 is equal to 11. ഇനി ഒരു എലമെന്റ് ബാക്കിയുണ്ട് 5, g of f of 5, f of 5 എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ g of 5 11 തന്നെ. ഇത്രേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് കോമ്പോസിഷൻ എന്നുള്ള ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് വൺ. ഇത് ചെയ്ത് കണ്ടു കഴിയുമ്പോൾ കുറെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുമെങ്കിലും ചെയ്യാൻ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, അതിന്റെ പോയിന്റ്സ് എഴുതുക, എന്നിട്ട് ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ പെട്ടെന്ന് തന്നെ കിട്ടുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇത് വലിയ അത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്, പക്ഷെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഫംഗ്ഷൻ f from r minus 7/5 to r minus 3/5 given by f of x is equal to 5x plus 4 by 5x minus 7. ഫംഗ്ഷൻ g എന്ന് പറയുന്നത് r minus 3/5 to
r minus 7 by 5, where g of x is equal to, so the 3 ആണ്, 7x plus 4 divided by 5x minus 3. അപ്പൊ ഇതാ ക്വസ്റ്റ്യൻ. നമുക്ക് പ്രൂവ് ചെയ്യാവുന്നത് എഫ് കോമ്പോസിഷൻ ജി എടുത്തു കഴിഞ്ഞാൽ ഐ എയും ജി കോമ്പോസിഷൻ എഫ് എടുത്തു കഴിഞ്ഞാൽ ഐ ബിയും, അതായത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓഫ് ദി സെറ്റ് എ. ഇവിടെ സെറ്റ് എ എന്ന് പറയുന്നത് ഇതാണ് സെറ്റ് എ. അതിന്റെ ഐഡന്റിറ്റി ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഏത് നമ്പർ ഇട്ട് കൊടുക്കുന്നു ആ നമ്പർ തന്നെ ഫംഗ്ഷൻ ആയിട്ട്, ഫംഗ്ഷൻ ഇമേജ് ആയിട്ട് റിസൾട്ട് വരുന്ന ടൈപ്പ് കണ്ടീഷൻ കിട്ടണം. നമ്മളിപ്പോ ആദ്യം ജനറൽ ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ജനറൽ ആയിട്ട് തന്നെ പ്രൂവ് ചെയ്യണം. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. അതായത് എഫ് ഓഫ് ജി ഓഫ് എക്സ് 7x plus 4 by 5x minus 3. നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളൂ, കാരണം നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് എഫ് കോമ്പോസിഷൻ ജി കണ്ടുപിടിക്കാനും അതിൽ നിന്ന് ഇങ്ങനെയാണ് കിട്ടുന്നത്, ഐഡന്റിറ്റി ആണ് കിട്ടുന്നത് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. അപ്പം എഫ് ഓഫ് 7x plus 4 by 5x minus 3, എഫ് എന്ന് പറയുന്നത് 3x plus 4 ആണ്. അപ്പം 3 into 7x plus 4 by 5x minus 3 plus 4 divided by 5 into 7x plus 4 by 5x minus 3 minus 7. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 21x plus 12 plus 20x minus 12 divided by 35x plus 20 minus 35x plus 21, അതായത് 41x by 41 equal to x എന്ന് കിട്ടി. ഈ x എന്ന് പറയുന്നത് ഐഡന്റിറ്റി എലമെന്റ് ആണ്, അതായത് ഐ എ നമുക്ക് ഈക്വൽ ടു ഐ എ എന്ന് കിട്ടി. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഒന്നാമത്തെ കണ്ടീഷൻ. എഫ് കോമ്പോസിഷൻ ജി ഈസ് ഈക്വൽ ടു ഐ എ, ഒരെണ്ണം പ്രൂവ് ആയി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, അതില് ഇപ്പൊ നമ്മൾ എഫ് ഓഫ് ജി ചെയ്തു, അതുപോലെ ജി ഓഫ് എഫ് ചെയ്യാം. ജി ഓഫ് എഫ് ഓഫ് എക്സ്, ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x plus 4 by 5x minus 7. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ജി എന്ന് പറയുന്നത് 7x plus 4 ആണ്. അപ്പം 7 into 3x plus 4 by 5x minus 7 plus 4 divided by 5 into 3x plus 4 by 5x minus 7 minus 3. ഇനി ഇതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിംപ്ലിഫൈ, ഞാനിപ്പോ സിംപ്ലിഫിക്കേഷൻ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്നേ ഉള്ളൂ. അത് ഇപ്പം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 7 into 3x 21x plus 28, 5x into 4 plus 20x minus 28 divided by 5x minus 7 all divided by 5 to 3x 15x plus 20 minus 15x plus 21 divided by 5x minus 7 വരും. ഈ രണ്ട് ടേമും ക്യാൻസൽ ആയി പോകും. മിച്ചം 28ഉം 28ഉം പോയി. ഇവിടെ 15xഉം 15xഉം പോയി. ഇത് 15x ആണ്, 15xഉം 15xഉം പോയി. മിച്ചം 21x plus 20x, അതായത് 41x divided by 20 plus 21 41 equal to x എന്ന് തന്നെ നമുക്ക് കിട്ടി. ഇവിടെ ഐ ബി എന്ന് പറഞ്ഞാലും ബി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ നമ്മൾ എഫ് ഓഫ് എക്സ് തന്നെ എടുത്തത്, അതുകൊണ്ടാണ് നമുക്ക് എക്സ് എന്ന് എടുത്തത്. ഇപ്പം ഇവിടെ ബി പറഞ്ഞെങ്കിൽ നമ്മൾ സർക്കാർ എക്സിന് പകരം വൈ എടുത്തായിരുന്നെങ്കിൽ നമുക്ക് ആൻസർ വൈ ആയിട്ട് തന്നെ കിട്ടുമായിരുന്നു.
അത് വെച്ച് നമുക്ക് കിട്ടി g of f is equal to ib, അതായത് ഐഡന്റിറ്റി എലമെന്റ് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് കിട്ടി. ഇതിൽ നമുക്ക് മനസ്സിലായി രണ്ട് തരത്തിൽ കോമ്പോസിറ്റ് എടുത്താൽ നമുക്ക് കിട്ടേണ്ട സംഭവം നമ്മൾ പ്രൂവ് ചെയ്തു. സിമ്പിൾ സ്റ്റെപ്പാണ്. നമ്മൾ ഇപ്പം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി അതിന്റെ ഇക്വേഷൻ എഴുതി അതിന്റെ സ്റ്റെപ്പ് അങ്ങ് ചെയ്യും, ഇക്വേഷനൊക്കെ അപ്ലൈ ചെയ്തു ഡയറക്റ്റ് ഉത്തരം കിട്ടി. ഇതിന് വേറെ ഒന്നും നോക്കാനില്ല, ജസ്റ്റ് അപ്ലൈ ചെയ്യുക, ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക, നമുക്ക് കിട്ടേണ്ട നേരെ കിട്ടും. ഇപ്പം കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് അതിന്റെ അനുസരിച്ചായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയാൽ നമുക്ക് കിട്ടേണ്ട രീതി എന്താണോ ആ രീതിയായിട്ട് നമ്മൾ ആക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് കിട്ടേണ്ട രീതി തന്നെ കിടന്നുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങോട്ട് ചെയ്യണ്ടായിരുന്നില്ല. നമ്മൾ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുക. ഇഫ് ഫംഗ്ഷൻ ഫ്രം a to b, g from b to c, ഇത് 1 1 ആണ് നമുക്ക് തന്നിട്ടുണ്ട്, is 1 1. അങ്ങനെയാണെങ്കിൽ g composition f from a to c 1 1 ആണെന്ന് പ്രൂവ് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ. വെച്ചാൽ നമുക്ക് രണ്ട് ഫംഗ്ഷൻ തന്നിരിക്കുന്ന 1 1 ആണെങ്കിൽ അതിന്റെ കോമ്പോസിറ്റ് എപ്പോഴും ഒരു 1 1 കണ്ടീഷൻ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും നമ്മൾ പ്രൂവ് ചെയ്യണം. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ സ്റ്റാർ മാർക്ക് ഇട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിരിക്കുക. ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് അതിന്റെ ആ ഒരു തിയറി നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഇത് ആർക്കും വേണം സോൾവ് ചെയ്യാവുന്നുള്ളൂ. ഒരു ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ ഇമേജ് രണ്ടും സെയിം ആണെന്ന് ആദ്യം എഴുതുക. എന്നിട്ട് ചെയ്തത് x1 ഈക്വൽ ടു x2 നമ്മൾ പ്രൂവ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇതിപ്പോ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. ഇതില് f of x1 ഉം f of x2 ഉം ഈക്വൽ ആണ്. നമുക്ക് അപ്പോൾ ഇതിന്റെ ഒരു കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് 1 1 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ടത് g of f നെയാണ്. അപ്പൊ g of f of x നെ g of f of x നമുക്ക് എഴുതാം. അതാണ് നമ്മൾ പഠിച്ചിരുന്ന ഇക്വേഷൻ വെച്ച് എഴുതി. ഇനി x1, x2 എന്ന് പറഞ്ഞ രണ്ട് നമ്പർ എടുത്തു. അത് ഈ ഫംഗ്ഷനില് ഉള്ളത് x1 എടുക്കുമ്പോൾ g of f of x1 equal to g of f of x2. അപ്പം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ g of f of x1 equal to g of f of x2 എന്ന് കിട്ടി. ഇനിഷ്യലി f of x1 എന്ന് പറയുന്നത് f of x2 ഒരു 1 1 ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് g കോമൺ ആണ്. കാരണം നമുക്ക് പുറമേയുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് അകത്തുള്ള നമ്മളിപ്പോ 2x is equal to 2x is equal to 2y എന്ന് പറയുമ്പോൾ 2 ഉം 2 ക്യാൻസൽ ചെയ്യുന്ന പോലെ തന്നെ ഈ രണ്ട് ഫംഗ്ഷനും പുറത്ത് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മിച്ചമുള്ളത് f of x1 equal to f of x2. ഇവിടെ രണ്ട് ഫംഗ്ഷനും സിമിലർ ആണ്. ഇപ്പൊ രണ്ട് ഫംഗ്ഷൻ സിമിലർ ആണെങ്കിൽ അതിന്റെ അകത്ത് കിടക്കുന്ന എലമെന്റും സിമിലർ ആയിരിക്കും. അതുകൊണ്ട് x1 is equal to x2 നമുക്ക് കിട്ടി, 1 1 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പം ഒരു സ്റ്റാർ മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് എത്ര വലിയ എൻട്രൻസ് ക്വസ്റ്റ്യൻ ലെവലാണെങ്കിലും അപ്പൊ എന്ത് പരീക്ഷയാണെങ്കിലും നമുക്ക് അതിനൊക്കെ മസ്റ്റ് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിന് ജസ്റ്റ് ഇത്രേ ഉള്ളൂ, ഫംഗ്ഷൻ രണ്ടെണ്ണം തന്നിട്ടുണ്ട്, അത് രണ്ടും 1 1 ആണ്. കോമ്പോസിഷൻ എടുക്കുമ്പോൾ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യുക. ഇവിടെ ആ ക്വസ്റ്റ്യൻ ഇക്വേഷൻ നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നമ്മൾ എഴുതി, പിന്നെ x1 x2 എന്ന് പറഞ്ഞ രണ്ട് എലമെന്റ് എടുത്തിട്ട് അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ g of f of x1 is equal to f of x2 എന്ന് എഴുതി. g യും g യും ക്യാൻസൽ ആയി പോയി, f of x1 is equal to f of x2 ചെയ്ത് വരുമ്പോൾ x1 equal to x2 എന്ന് കിട്ടി, 1 1 ആണ്. കാര്യം സോൾവ് ചെയ്തു. ഇനി നമ്മൾ 1 1ന്റെ കേസ് മാത്രമേ എഴുതിയുള്ളൂ. ഇനി ഇതിന്റെ ഒരു വേറൊരു പാർട്ട് 1 1 തന്നെ ഓൺ ടു ആണെന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാൻ ചോദിക്കും.
അപ്പം ക്വസ്റ്റ്യൻ തന്നെ എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആർ ഓൺ ടു അതിന്റെ കോമ്പോസിറ്റ് ഓൾസോ ഓൺ ടു ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു എലമെന്റ് എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് സിയിലേക്കുമാണ് നമ്മുടെ ഫങ്ഷൻസ്. ഇസഡ് എന്ന് പറയുന്നത് സിയിലെ ഒരു എലമെന്റ് ആണ്. അപ്പം സിയിലെ ഒരു എലമെന്റ് ആകുമ്പോൾ അതിനൊരു പ്രീ ഇമേജ് കാണും ബിയില്, കാരണം ഫംഗ്ഷൻ ബിയിൽ നിന്നാണ് ഇമേജ് വരുന്നത്. അപ്പം ജി ഓഫ് എക്സ് ആണ് ഈ ഒരു ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ ഇസഡ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് അല്ല ജി ഓഫ് വൈ, ജി ഓഫ് വൈ എന്ന ഇമേജ് ആണ് ഇസഡ്. ഇതൊരു ഇമേജ് ആവണമെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എലമെന്റ്, പ്രീ ഇമേജ് ആയിട്ടൊരു എലമെന്റ് നമുക്ക് ഉണ്ടായിരിക്കണം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വൈ എന്നൊരു നമ്പറിന്റെ ഇമേജ് ആയിരിക്കും ഇസഡ് ഇവിടെ. അത് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുമ്പോൾ, ഇനി എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുക്കുമ്പോൾ വൈ എക്സിന്റെ ഇമേജ് ആണ്, എക്സിന്റെ ഇമേജ് ആണ് വൈ, വൈന്റെ ഇമേജ് ആണ് ഇസഡ്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എക്സിന്റെ വൈന്റെ ഇടയ്ക്ക് വേറെ 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 ലെഫ്റ്റ് ആയിട്ടൊന്നുമില്ല, അവിടെ കിടക്കുന്ന എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇമേജ് നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. എക്സിന് വൈ ഉണ്ട്, വൈന് ഇസഡ് ഉണ്ട്. അതായത് നമ്മൾ എപ്പോഴും എക്സിന് ഇസഡ് ഉണ്ട്, അതായത് വൈന് ഇസഡ് ഉണ്ട്. അതായത് എക്സ് എന്ന് പറയുന്ന എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഉറപ്പായിട്ടും വൈ എന്ന് പറയുന്ന ഒരു ഇമേജ് നമുക്ക് അതിനുണ്ട്. അതുപോലെ വൈ എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് എപ്പോഴും ഇസഡ് എന്ന് പറയുന്ന വേറൊരു ഇമേജ് എപ്പോഴും ഉണ്ട്. അപ്പം ഇത് രണ്ടും നമുക്ക് ജനറൽ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇനി ജി ഓഫ് എഫ് ഓഫ് എക്സ് എടുക്കുമ്പോൾ ഇതിന് ഡയറക്റ്റ് ആയിട്ടൊരു ഇമേജാണ് വരുന്നത്. ഇതിനും എക്സിന്ന് വൈയിലേക്കും വൈന്ന് ഇസഡിലേക്കും നമുക്ക് യുണീക്ക് ആയിട്ട് മിച്ചമില്ലാതെ എല്ലാത്തിനും ഒരു ഇമേജ് വരുന്നുണ്ടെങ്കിൽ തന്നെ എക്സ് ഇസഡിലേക്ക് എടുക്കുമ്പോഴും നമുക്ക് ഉറപ്പായിട്ടും കാണും. അതായത് z is equal to g of y എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു എലമെന്റ് നമുക്ക് അതിന് ഇമേജ് ആയിട്ട് കിട്ടുന്നുണ്ടെന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാത്തിനും ഒരു ഇമേജ് കിട്ടുന്നുണ്ടെങ്കിൽ, എല്ലാ ഇമേജ് എലമെന്റിനും ഒരു പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ഓൺ ടു അല്ല നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് ജനറൽ കേസ് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ഈ ഒരു കണ്ടീഷനെ നമ്മൾ ഓൺ ടു ആണെന്ന് പറയുന്നു. നമുക്ക് ജനറൽ ആയിട്ട് ഒരു ഫംഗ്ഷൻ, രണ്ട് ഫംഗ്ഷൻ ഓൺ ടു ആണെങ്കിൽ അതിന്റെ കോമ്പോസിറ്റും ഓൺ ടു ആണെന്ന് നമുക്ക് കിട്ടി. ഇപ്പൊ ഇതിനകത്ത് ഇതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 1 ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ് ഓൺ ടു ആണെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് ചെയ്തതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് കോമ്പോസിഷൻ. നമ്മൾ ഇതോടെ ഈ വീഡിയോ ഇന്ന് അവസാനിക്കുകയാണ്. അപ്പം ഇതിന്റെ ബാക്കി ഇനി അടുത്ത ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യും, നിങ്ങളത് കാത്തിരിക്കുക. ഇത്രയും ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ക്ലിയർ ചെയ്ത് തരാവുന്നതാണ്. ഇനി പേഴ്സണൽ ആയിട്ട് എനിക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ മെയിൽ ഐ ഡി ഇതിന്റെ കൂടെ താഴെ ചേർക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. അതിൽ നിങ്ങൾ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെയിൽ അയക്കുകയാണെങ്കിൽ, അങ്ങനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി ഇതിന്റെ ഒരു ഉപകാരം കിട്ടുള്ളൂ. താങ്ക് യു.